വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചിങ്ങം ഒന്നാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ, അതായത് ഫുൾ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാമെന്ന്, അതായത് മോർണിംഗ് റൂട്ടീൻ മാത്രം ഡേ ഇൻ മൈ ലൈഫാക്കി എടുക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് അച്ഛൻ വിളക്ക് കത്തിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ 2 പേരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അമ്മയെ 2 പേരെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി കുളിച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ കുളിച്ച് വന്നപ്പോഴേക്കും പിന്നെ അച്ഛനെ കാണുന്നില്ല. പുള്ളിക്കാരൻ അച്ഛനെ കാണാഞ്ഞിട്ട് അക്കുവിൻ്റെ അച്ഛനെ കാണാഞ്ഞിട്ടാണ് കേട്ടോ ഈ നിർബന്ധം. കാരണം രാവിലെ എഴുന്നേറ്റ് അച്ഛനെ ഒന്ന് കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര ബഹളമാണ്. അങ്ങനെ പിന്നെ അച്ഛൻ പാല് മേടിച്ചിട്ട് വന്നപ്പോൾ ബഹളമാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത്. അതിനുശേഷം അച്ഛൻ ഞങ്ങൾക്ക് 3 പേർക്കും കഴിഞ്ഞിട്ടും തന്നെ കേട്ടോ. അതായത് എനിക്കും അക്കുവിനും മിക്കുവിനും പിന്നെ അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് എന്ന് പറയുമ്പോൾ ആണ്ട് പിറപ്പെന്ന് പറയുന്നത്, ആണ്ട് പിറന്ന് അല്ല ചിങ്ങം ഒന്നെന്ന് പറയുന്നത് തന്നെ രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, ക്ഷേത്രത്തിൽ പോവുക, പിന്നെ കൈനീട്ടം കൊടുക്കുക എന്നൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ഇത്രയും നാളെ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെയൊക്കെ കണ്ടുവരും, ഇവിടേക്ക് ചിങ്ങം ഒന്ന് ഒരുങ്ങുന്നത് തന്നെ ഒരു മാസം മുന്നേ ഒരുങ്ങാറുണ്ട്. കാരണം ക്ലീനിങ് കാര്യങ്ങൾ, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള പാത്രങ്ങൾ വരെ കഴുകി വെക്കുക എന്ന് തന്നെയാണ് ചിങ്ങം ഒന്നെന്ന് പറയുന്നത്. ഞാൻ കണ്ടു വളർന്നത് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിൽ രാവിലെ തന്നെ ചായ ഇടാനുള്ള പുറപ്പാടാണ്. അച്ഛൻ പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിന് ചായ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ. അതിനിടയ്ക്ക് അക്കുവും മിക്കും ദേഹം കഴുകിയാണ് വന്നത് കേട്ടോ. കാരണം ചെറിയൊരു ചുമയും ജലദോഷവും ഉണ്ടായിരുന്നത് കാരണം അവരൊന്നും കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, ദേഹം കഴുകി എടുക്കുകയായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് പിന്നെ 2 പേർക്കും കുറുക്കൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. ചിലപ്പോൾ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടാണ് കുറുക്കൊക്കെ കൊടുക്കാറുള്ളത്. അങ്ങനെ മോൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, അച്ഛൻ്റെ കയ്യിൽ മോൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു നിർബന്ധം കൊണ്ടാണ് അവളെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ മിക്കു കുറുക്കെല്ലാം കുടിച്ചു, മേലൊക്കെ കഴുകി നേരത്തെ വന്ന് നല്ലൊരു കുട്ടിയായിട്ട് അവിടെ വന്നിരിക്കേണ്ട. അത് കഴിഞ്ഞപ്പോൾ 2 പേരും ഉറങ്ങിയിട്ടുണ്ട്. ആ ഉറങ്ങിയ സമയം കൊണ്ട് പെട്ടെന്നാണ് കേട്ടോ അടുത്ത അമ്പലത്തിലൊന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിരുന്നത്. അപ്പോൾ ആഗീഷണൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞെങ്കിൽ വാടി നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി, തൊഴുതു, നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കാരണം 2 പേര് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ എവിടെ പോയാലും ഇപ്പോൾ ഷിട്ടപ്പെട്ടേന്നാണ് കേട്ടോ വീട്ടിലോട്ട് ഓടി വരുന്നത്. കാരണം നേരത്തെ കൂട്ട് നമുക്ക് അനങ്ങിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ നേരെ വീട്ടിൽ വന്നപ്പോഴേക്കും 2 പേരും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ ജനലിൽ വന്ന് നോക്കിയപ്പോഴേ 2 പേരും എന്നെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കണം. അപ്പോൾ ചിറ്റൻ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് അവൻ അവിടെ ജനലിൽ പിടിച്ചങ്ങ് നിൽക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും 2 പേരും കളിയിലാണ് കേട്ടോ. അപ്പോൾ ഒരാൾ വാക്കറിലങ്ങ് നടന്നോളൂ. അവന് പിന്നെ മോക്ക് വാക്കറിൽ നടക്കുന്നത് പേടിയാണ് കേട്ടോ, ഭയങ്കര പേടിയാണ്. അവനങ്ങ് കുഴപ്പമില്ല, അവനിങ്ങനെ ഓടി നടന്നോളൂ. നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ ആളെത്തിക്കും. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ 2 പേരും ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. കുറേ നേരത്തേക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല, അവിടെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. പിന്നെ കിഴക്കോർത്ത് നന്നായി കൈനീട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ നമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛമ്മയും മക്കളും കൂടെ സംസാരമായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടി